ഇവിടുന്ന് മിസിൽ സവാബ് കുടുംബങ്ങളിലൊക്കെ നീ ഹൈർ പോലെ നീ എത്തിക്കണേ അല്ല, എത്തിക്കണേ അല്ല, നീ എത്തിക്കണേ അല്ല. ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് ചേലമാൻ പെരുമാള് എന്റെ നാട്ടിൽ കൊടുങ്ങല്ലൂരിൽ പ്രവാസിയുടെ കുടുംബം കലക്കി ഒരുപാട് വിഷമങ്ങളുള്ള വീടാണ്. രണ്ടാൺമക്കളുണ്ട്, ഖത്തറിലാണ്. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. നൽകും. അവർക്ക് അല്ലാഹു റഹ്മത്ത് നൽകട്ടെ. പ്രവാസിയായ ഭർത്താവും വിദേശത്താ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വെള്ളിപ്പാന്റെ ആണ്ടാണ് തങ്ങളെ ഒന്ന് മരിച്ചുപോയി. എല്ലാവരുടെയും ഖബറ് നീ വിശാലമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, നീ വിശാലമാക്കണേ അല്ലാ. റഹീമായ റബ്ബേ, അല്ലാഹുവേ ഞങ്ങളെ 10 മാസം ഞങ്ങൾ റഹീമായ റബ്ബേ ഞങ്ങളെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. ഞങ്ങള് ജീവിക്കുന്നത് എപ്പോഴാണെന്നറിയോ? അവസാനത്തൊരു മൂലമുണ്ട് കല്യാണം കഴിക്കാൻ. 2 സഹോദരന്മാരും വിദേശത്ത്, പ്രവാസിയായ ഭർത്താവും വിദേശത്ത്, 3 കുട്ടികളെ പൊന്നുപോലെ നോക്കിയൊരു ഭർത്താവ്. അവസാന കുഞ്ഞ് ജനിച്ചതിന് ശേഷവും ജനിക്കുന്നതിന് മുൻപും പ്രഗ്നൻ്റായി പ്രസവിക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീ നാട്ടിലേക്ക് പോകുന്നത്, കുട്ടിയുമായി അവിടെ താമസിക്കുന്നത്. ആ കുടുംബത്തിലേക്കാണ് ഒരു ജോലിക്കാരനായിട്ട് വലിഞ്ഞു കയറിപ്പോയ കൊടുങ്ങല്ലൂർ മടയിൽ ബഷീറിൻ്റെ വീട്ടിലാണ് ഈ നാറ്റക്കോയിരിക്കുന്നത്. ഇതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് ആ പ്രവാസിക്ക് ഭാര്യയും 3 കുട്ടികളും നഷ്ടപ്പെട്ടടം. ഞങ്ങള് പല വീടുകളിലും ഞങ്ങൾ പോവാറുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ, എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ പഠിപ്പിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാ ഞങ്ങളെ മക്കളെ പഠിപ്പിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഓരോരുത്തർ എഴുതി വിടുന്നത് സകലമാനം ചൊറിച്ചിലാണ്, സകലമാനം പൊട്ടിയൊലിക്കുകയാണ്. തങ്ങളെ ചെന്നിക്കുത്തിന്റെ വേദനയാണ്, തലയിൽ ട്യൂമറാണ്, തലയിൽ ചെന്നിക്കുത്താണ്, മൈഗ്രെയിനാണ്, കണ്ണിന് കാഴ്ചയില്ല തങ്ങളെ, മൂക്കില് ദശയാണ്, അലർജിയാണ്, പല്ല് വേദനയാണ്, ചുണ്ട് വേദനയാണ്, കഴുത്ത് വേദനയാണ്, ചെവി വേദനയാണ്, നെഞ്ചു വേദനയാണ്, കൈപ്പല വേദനയാണ്, അറ്റാക്കിന്റെ വേദനയാണ്, വയറുവേദനയാണ്, കിഡ്നി വേദനയാണ്, കാല് വേദനയാണ്, മുട്ടുംകാല് വേദനയാണ്, കാലിന്റെ നെരിയാണ് വേദനയാണ്, തരിപ്പാണ്, ഒരു സൈഡ് വേദനയാണെന്ന് ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്. ഈ രോഗങ്ങളുള്ളവരെല്ലാവരെയും രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. അല്ല മാറ്റി കൊടുക്കണോ? അന്റെ അടുത്ത് മരുന്നില്ല. നാട്ടിലൊന്ന് പുറത്തിറങ്ങാൻ കൊറോണ കാരണം പറ്റാത്ത അവസ്ഥയാണ്. പരിപാടി കേൾക്കുന്ന ഇതിലാമീ പറയുന്ന ഒരാൾക്കും അങ്ങനത്തെ രോഗം അങ്ങനത്തെ രോഗം കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ മരിക്കുന്നതിന്റെ മുമ്പ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹ് മദീന ഒരു പട്ടണമാണ്, മദീന ഒരു പട്ടണമാണ്, അല്ലാഹ് അനുഗ്രഹിച്ച പട്ടണമാണ്, ദുനിയാവിലെ സ്വർഗമാണ്, ദുനിയാവിലെ സ്വർഗമാണ്. അല്ലാഹുവേ മരിക്കുന്നതിന്റെ മുമ്പ് ഈ വീട്ടിലിരിക്കുന്ന ഇവർക്കും ദുആ ചെയ്യുന്ന എനിക്കും ആമീൻ പറയുന്ന നിങ്ങൾക്കും മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബിന്റെ മുന്നിൽ ചെന്നിട്ടൊന്ന് പൊട്ടിക്കരയാൻ അല്ലാഹുവേ അവിടുന്ന് ഹബീബിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഹബീബിനെ നമ്മൾ ഓർക്കണേ, ഹബീബിനെ കാണാൻ ഈ പരിപാടി കാണുന്ന അനേകായിരം ആളുകളുണ്ട് റബ്ബേ. മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബിനെ ചെന്ന് കണ്ടിട്ടല്ലാതെ ഞങ്ങളെ റൂഹിന് ഒരാളെ നീ പിടിക്കല്ല അല്ലാ. അവിടുത്തെ മദത് കൊണ്ട് അവിടുത്തെ ഹബ്ബ് കൊണ്ട് റബ്ബേ ഞങ്ങളെ സകലമാന വിഷമങ്ങളും നീ മാറ്റിക്കൊണ്ട് റബ്ബേ അല്ലാ. ഞങ്ങളെ കൂടെ പറപ്പികളാ ഞങ്ങളെ അല്ലാ. അല്ലാ അന്യമതസ്ഥന്റെ കൂടെ ഒളിച്ചോടി പോവണ്ട മനസ്സ് നീ കൊടുക്കല്ലേ അല്ലാ. ഞങ്ങള് മരിച്ചാല് ഞങ്ങള് ഖബറ് നീ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളെ ഖബറ് നീ വിശാലമാക്കത് ഹൈറായ പരിപാടിയാണ്, ഒരു കളങ്കമില്ലാത്ത പരിപാടിയാണ്. അല്ലാഹുവേ നീ പരിപാടി നീ വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹ ഞങ്ങളെ ഖബറിലേക്ക് നീ വെളിച്ചമായി നീ എത്തിക്കണേ അല്ലാ. ഗൾഫിൽ പല കച്ചവടക്കാരുണ്ട്, കച്ചവടമില്ലാത്തവരുണ്ട്. അല്ലാ നീ റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അല്ലാ ഞങ്ങളെ മക്കൾക്ക് നീ മാരകമായ ഒരു രോഗവും നീ കൊടുക്കല്ലേ അല്ലാ, ഒരു രോഗവും നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാ
ഇല്ലാത്തവന് വീട് നൽകണേ അല്ല. അല്ലാഹുവേ, എനിക്കറിയാം ഞാൻ താമസിക്കുന്ന വീടിന്റെ അടുത്ത് ഒരു സഹോദരി എത്തീമാണ്. വാപ്പയില്ല, ഉമ്മയില്ല, ഭർത്താവില്ല, 22 വയസ്സാണ്. ഇല്ലാത്ത വേദനയാണ്. ഇന്ന് വാടക കൊടുക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. വല്ലാത്ത വേദനയായി. ഒരു സഹോദരിയോട് ആ വീടിന്റെ ഉടമ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാ പറഞ്ഞു. 5 മാസത്തെ കുടിശ്ശിക ബാക്കിയാണ്. അല്ലാഹുവേ, അങ്ങനെ ആരെയും ആളുകളുണ്ട്. കൊറോണ വന്ന് ജോലി നഷ്ടപ്പെട്ടതാണ്. അല്ലാഹുവേ, ഒരു പെണ്ണായതുകൊണ്ട് മറ്റുള്ള സ്ഥലത്തേക്ക് ജോലിക്ക് പോവാൻ കഴിയില്ല. ഒരു ജോലിക്ക് പോയപ്പോ പെണ്ണിനോട് ഒരാള് മോശമായി പറഞ്ഞപ്പോ ജോലിയും വേണ്ടെന്ന് വെച്ചു വന്നു. അല്ലാഹുവേ, അങ്ങനത്തെ ഒരാളല്ല 1000 ആളുകളുണ്ട്. റബ്ബേ, നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. അല്ലാ, ക്യാൻസർ തരല്ലേ അല്ലാ, അറ്റാക്ക് തരല്ലേ അല്ലാ, പ്ലേഗ് തരല്ലേ അല്ലാ, രോഗങ്ങൾ തരല്ലേ അല്ലാ. അല്ലാഹുവേ, അറ്റാക്ക് തരല്ലേ റബ്ബേ, കിഡ്നിക്കിന് വേദന തരല്ലേ അല്ലാ, ലിവറിന് വേദന തരല്ലേ അല്ലാ, തലക്ക് ട്യൂമർ തരല്ലേ അല്ലാ, ഒരു മാരകമായ ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. എന്നാലല്ലേ നീയുള്ള ഈ ചക്രവർത്തി കാനും എല്ലാം പറഞ്ഞൊരു പാടാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ ഖബറിനെ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ചികിത്സ സംബന്ധമായി ഫോണിൽ ബന്ധപ്പെടുന്നത്. നൂറുകണക്കിന് ആളുകളാണ് നേരിട്ട് വരുന്നത്. നീ ഫോൺ ഉപയോഗിക്കുന്നില്ലേ? കാണിച്ചു കൊടുക്ക്, ചൂടിപ്പില്ലേ? മട്ടത്തല ഞാൻ പറഞ്ഞ അപ്പൊ കേക്ക് ഇന്നെ ഭയങ്കര ഇഷ്ട. ചൂട് എനിക്ക് റാത്ത കോയാ നാട്ടൊക്കെ എനിക്ക് അവിടെ കുളപ്പോയി വന്നതുകൊണ്ട് പറയുന്നത് പോലെ ഇന്നും ഈ പുഞ്ചിരി അല്ലാഹുന്ന് ഹബീബായ നമ്മളോളൊന്നും അല്ലട്ടോ, നമ്മളോലെ ഹബീബിന്റെ പേരക്കുട്ടികളല്ലേ. കുറച്ചെങ്കിലും നമ്മള് ആ ഒരു ഇത് വേണ്ടേ, ചിരിച്ചുകൊണ്ട് അല്ലേ? നമ്മള് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ഇതെന്താ ചിരിക്കലാണ്. നിങ്ങളൊക്കെ ചിരിച്ച് ഗൗരവത്തോട് സംസാരിക്കരുത്. നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? അത് ഒരു ഖൈറാണ്. സംസാരിക്കും കേട്ടില്ലേ? എന്നിട്ട് എന്തൊക്കെ എല്ലാവർക്കും റാഹത്തല്ലേ? പിന്നെ ബാലുശ്ശേരി സുബീർക്ക പിന്നെ തങ്ങളെ എല്ലാവർക്കും റാഹത്ത്, നിങ്ങൾക്കൊക്കെ റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. ഇന്നും ഒരു കുട്ടിന്റെ കല്യാണം ശരിയായിരുന്നു, വിളിച്ചിങ്ങനെ ഒരാളെ രോഗം ശിഫയായിട്ടുണ്ട്. ഞാനല്ലേ ഉള്ളേ, എനിക്ക് അല്ലാഹ് അൽഹംദുലില്ലാഹ് സാരല്ല, ജീവിക്കാൻ സാരല്ല. ഇൻഷാ അല്ലാഹ് വൈകിയാലും നിങ്ങളൊന്ന് വന്നല്ലോ, അതന്നെ ഏറ്റവും വലിയ നിഅമത്ത് കേട്ടോ. ഇതിൽ പങ്കെടുക്കുന്നവർ അല്ലാഹു ഒരു കാലത്തും യാത്രയിലാണ്, ചികിത്സയുടെ വിഷയമായിട്ട് വന്നതാ. കൊടുങ്ങല്ലൂർ ഹബീബായ റസൂലുള്ളാഹി പോയതാ സഹാബിന്റെ നാട്ടിലാണ്. പെരുമാള് മഹാനവരുടെ ഖബർ അല്ലാഹു വിശാലം. അവിടെ ചികിത്സക്ക് പോയതാ, മോളെ വിഷമം മാറ്റാൻ. കുടുംബത്തിൽ എന്ത് സംഭവിച്ചെന്നറിയോ? അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റില്ലേ. നിങ്ങളൊന്നും വിഷമിക്കണ്ട കേട്ടോ, പ്രയാസം ഒന്നും പെടണ്ട. ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആൾക്കാർ നല്ല ക്ഷീണം കാണുന്നു കോയ. എനിക്ക് വല്ലാത്തൊരു പിന്നെ ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്നുണ്ട്. അത് ഓരോരോ മാഷാ അല്ലാഹ് വിജയിച്ചേക്കണ്ട. അപ്പൊ ഇതിൽ വരുന്ന ഓരോരോ ഖൈറിന്റെ കമന്റും അത് നിങ്ങൾക്കുള്ളതാണ്. മോശപ്പെട്ട കമന്റ് ഒക്കെ എനിക്കും, നല്ല കമന്റ് ഒക്കെ നിങ്ങൾക്കുള്ളതാണ്. അല്ലാഹുവേ, കൊടുങ്ങല്ലൂർ അല്ലാഹുവേ, ഹിദായത്ത് അല്ലാഹ് നീ കൊടുക്കണല്ല. പുഞ്ചിൽ സുന്നത്ത് നൽകുന്ന തങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ കുടുംബത്തിലൊക്കെ റാഹത്ത് നൽകട്ടെ കേട്ടോ. കുറെ ആൾക്കാർക്ക് നല്ല ഖൈറുണ്ട്, ഒരുപാട് ആലിമ്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്, വലിയ വലിയ തങ്ങന്മാരൊക്കെ. എന്നോട് ഒരുപാട് അല്ലാഹ് പറയാ, ഞങ്ങളുടെ നാട്ടിൽ ഒരു സഹോദരൻ അല്ലാഹു ക്യാൻസർ ഉള്ള മാറ്റി കൊടുക്കണം. ക്യാൻസർ വന്ന എന്താ പറയുക, പിന്നെ നമ്മളെ കുടുംബത്തിന്റെ അടിവേര് ഒരുപാട് ചികിത്സക്കൊക്കെ ആൾക്കാർ വരുമ്പോ ക്യാൻസറിന്റെ വിഷയമൊക്കെ പറയും. ഖുർആനൊരു മരുന്നല്ലേ, പക്ഷെ ഇപ്പൊ നീയാണല്ലോ എനിക്കെതിരെ പേടി പിന്നെ കണ്ണേറാ. ഞാൻ എന്താ എനിക്ക് പേടിയാ പറയാന്, കാരണം പല ആളുകളും എന്താ തങ്ങളെ പിന്നെ മരുന്നൊന്നും വേണ്ട,
ഫസ്റ്റ് ടൈം. മാഷാ അല്ലാ, അബ്ദുറഹ്മാൻക്ക് അള്ളാഹു ബർക്കത്ത് കേട്ടോ, കുടുംബത്തിന് അള്ളാഹു ഒരുപാട് കോതമംഗലം വരുന്നുണ്ട്, കുറച്ചോനെ ഒരുപാട് ദൂരല്ലേ. ഞാൻ ഇൻഷാല്ല കേട്ടില്ലേ, നിങ്ങളൊക്കെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. സലീം, അള്ളാഹു പെണ്ണുങ്ങളെ പ്രസവം നല്ല സുഖപ്രസവമാകട്ടെ ഇൻഷാല്ലാ. ഞാൻ വന്ന വീടൊക്കെ അള്ളാഹു പ്ലീസ് കോണ്ടാക്ട്. മാഷാ 96 56 90 90 96 നൽകട്ടെ. തങ്ങളെ ആ സഹോദരി കാര്യങ്ങൾ പറഞ്ഞ് വീടെടുത്ത് കൊടുക്കുക എല്ലാവരും. എനിക്ക് പേടിയാണ് ഇതൊക്കെ ചെയ്യുന്ന. ഞാൻ ചോദിച്ചാൽ കിട്ടും, ഞാനൊരു ലീവ് ഇട്ടാൽ ലക്ഷങ്ങൾ കിട്ടും. പക്ഷെ എന്താ അറിയോ, ഒരു തീര. പക്ഷേ ഒരു തങ്ങള് കാരണം കേരളത്തിലെ മുഴുവൻ തങ്ങന്മാർ ഒരാള് പറയും അയാള് അങ്ങനെ കട്ടുപോകും. എന്തിനാണ്? പക്ഷെ അൽഹംദുലില്ലാ ആ പൊന്നശ്ശേരിക്കാൻ ഞാനുള്ളത് നിങ്ങളുടെ നാട്ടിലല്ലേ, ബഷീർ ചാവക്കാട് ഇവിടുന്ന് കുറഞ്ഞ കിലോമീറ്ററുള്ളൂ. ശരിക്കും നിങ്ങൾക്ക് റാത്തല്ലേ മാഷാ അല്ലാ. എല്ലാവരും എനിക്കേ ഞങ്ങളിപ്പാക്ക് ദീർഘായുസ്. പിന്നെ എല്ലാവരും അൽഹംദുലില്ലാ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്നലെ വന്ന മെസ്സേജിന് ഇന്നൊന്നും മറുപടി കൊടുത്തില്ല, ഞാൻ തരും കേട്ടോ. പിന്നെ ഒരുപാട് പിന്നെ അള്ളാഹു 2.5 വയസ്സുള്ള പൊന്നും ആമീൻ. ആ ദ്വായാണ് ആ മനുഷ്യൻ വിചാരിച്ചത്. നിങ്ങളൊക്കെ ഇൻഷാ അല്ലാ ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാ അല്ലാ നമുക്ക് ആ പൊന്നുമോനെ അള്ളാഹു വേണ്ടത് ഇൻഷാ അല്ലാ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ തങ്ങളുടെ നമ്പർ അറിയാലോ, 96. മാഷാ അല്ലാ, ഞാൻ ആദ്യമായിട്ട് തങ്ങളെ കാണുന്നത്. അൽഹംദുലില്ലാ അബ്ദുൽ ഹഫീസ്. ഇന്ന് പരിപാടി 114ാമത്തെ ദിവസം, 114ാമത്തെ ദിവസമാണ്. 114 ദിവസമായി ഖാലിഖായ റബ്ബിനോട് ഞങ്ങള് ദുആ ചെയ്യുന്നു, ദ്വാരിക്കുന്നു. മനസ്സിലായില്ലേ? 114 ദിവസമായി ഞങ്ങളെ ദ്വാരിക്കുന്നു. ഒരുപാട് അനുഗ്രഹങ്ങളെല്ലാം തന്നിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങളെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് ദ്വാരിക്കുന്നതിന്റെ കഴിവല്ല, ആമീ പറയുന്ന നിങ്ങളെ കഴിവാണ്, നിങ്ങളെ ദ്വയാണ്. ഞാൻ എന്നും പറയാറുണ്ട്, എന്റെ ഉമ്മാനോട് കുറച്ച് രോഗം കൊണ്ട് ബുദ്ധി അല്ല ശിഫായത്തിട്ട് മുഹമ്മദ് ഞാൻ പേര് വായിച്ചപ്പോ കുടുംബത്തിന് അള്ളാഹു സമാധാനം വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ കുട്ടിയുടെ കുറെ ആൾക്കാരെ പേര് വായിക്കാണ്ട്, കാരണം അവനാളുണ്ട്. പേര് വായിച്ച സമയം ഒരുപാട് പിടിക്കും. നമ്മൾ കാരണം മറ്റൊരു വിഷമം അല്ലേ ലൈലമ്മ കൊടുങ്ങല്ലൂർ കാരണം പിന്നെ ദുആ ചെയ്യണം. എന്തായാലും ദ്വാരിക്കും ഇൻഷാ അല്ലാ. ഒരുപാട് ഞങ്ങളൊക്കെ നിങ്ങളോട് എനിക്കൊരു കടപ്പാടുണ്ട്. ഞാൻ പറഞ്ഞേ, എൻ്റെ ഉമ്മാക്ക് രോഗം വന്നപ്പോ യാസീൻ ഓതി ദ്വാരുന്നു. 114 ദിവസമായി ചന്ദ്രപ്രഭ നിലനിർത്തണേ. ആമീൻ ആമീൻ. അള്ളാഹിനോട് ദ്വാരിക്കണങ്ങള്. നിങ്ങളെ ദ്വായേക്കാൾ വലിയൊരു മരുന്നില്ല. പെങ്ങന്മാരെ കല്യാണം അല്ലാഹ് ശരിയായി കൊടുക്കട്ടെ. എന്നാ എല്ലാവരും ഇൻഷാ അല്ലാ നാളെയും ഇവിടെ ഉണ്ട്, കാരണം കുറെ ആളുകളെ കാണാണ്ട്. നാളെ ഇവിടെ ഉണ്ട് ഇൻഷാ അല്ലാ. നിങ്ങളൊക്കെ ദ്വാരിക്കണം കേട്ടോ. തങ്ങളെ ബിസിനസ്